ഇന്നലെ തൊട്ട് ഒത്തിരി പേര് എൻ്റെ ഫ്രണ്ട്സ് ആയാലും കുറേ പേര് പറഞ്ഞു പിങ്ങാണ് ഭയങ്കര കയറുമ്പോൾ എററാണ്. അപ്പം എല്ലാം പബ്ജി കൊറിയൻ വേർഷനും KR വേർഷനാണ് കളിക്കുന്നത്. പബ്ജിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം COD മൊബൈൽസ് കളിക്കാം, ഫ്രീ ഫയർ കളിക്കാം എന്നൊക്കെ പറയാം. പക്ഷേ എന്നാലും പബ്ജി അത് വേറൊരു ഫീലാണ്. കാരണം ഓരോന്നിനും ഇപ്പം നമ്മൾ മനുഷ്യനെ എടുത്ത് നോക്കിയാലും ഞാൻ വേറെ വേറൊരാൾ വേറെ. അതാണ് പബ്ജി എന്ന് പറഞ്ഞത് പബ്ജി തന്നെയാണ്. ഇപ്പം ടിക്ടോക്കിന് പകരം ഹലോ ഗീസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടെക് ടോക്ക് മലയാളം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ പബ്ജി സെർവർ മൊത്തം ഇന്ത്യയിൽ ബാൻ ചെയ്യുന്ന പറയുന്ന ന്യൂസ് വന്ന് കാണും. അപ്പോൾ പലർക്കും പല ഡൗട്ട്സ് കാണും. അപ്പോൾ ആ ഡൗട്ട്സ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. അത് ചില ഡൗട്ട് KR വേർഷൻ ഇപ്പോഴും ഇനി ഈ ബാൻ ഫുള്ള് സെർവർ ഡൗൺ ആയാലും KR വേർഷൻ വേറെ രാജ്യത്തിൻ്റെ അല്ലേ, അത് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുമോ, ഇന്ത്യയിൽ വെച്ച് തന്നെ കളിക്കാൻ പറ്റുമോ? പിന്നെ ചിലരുടെ ഡൗട്ടാണ് ഇനിയിപ്പം പബ്ജി ഇന്ത്യക്ക് തന്നെ ഒരു പബ്ജി ഇത് പോയി കഴിഞ്ഞ് ഇന്ത്യയിൽ തന്നെ പബ്ജി വേറെ ജിയോ അങ്ങനെയുള്ള വലിയ കമ്പനിയായിട്ട് കോർപ്പറേഷനായിട്ട് വരും എന്ന് പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ വരും, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പബ്ജി ബാനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുമാതിരിപ്പെട്ട ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡൗട്ട് എല്ലാം ക്ലിയർ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്ന വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ടെക്നോളജി വീഡിയോസും അൺബോക്സിങ്ങും കൂടുതൽ റിവ്യൂസ് ഒക്കെ കിട്ടുന്നതിനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ പബ്ജി ടിക്ടോക്ക് ബാൻ ചെയ്തപ്പോൾ തന്നെ പബ്ജി ഒരു മെയിൻ അപ്ഡേറ്റ്സ് ഉണ്ടെന്ന്, അവരുടെ സെക്യൂരിറ്റി ഇഷ്യൂസ് എല്ലാം വേറെയിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞ് വലിയൊരു അപ്ഡേറ്റ് വന്നു. അപ്പം എല്ലാവരും പറഞ്ഞു, ഞാൻ ഉൾപ്പെടെ വീഡിയോ ചെയ്തായിരുന്നു ഇനിയും പബ്ജി ബാൻ ചെയ്യാൻ ചാൻസ് ഇരുന്നു. പക്ഷേ അത് കഴിഞ്ഞാണ് പിന്നെയും പബ്ജി ബാൻ ചെയ്തത്. പിന്നെ ടെൻസെൻറ്റിൽ നിന്നുള്ള അവകാശം മൊത്തം മാറ്റിയിട്ട് ഈ അടുത്തിടയ്ക്ക് അതിനുള്ള നീക്കങ്ങൾ നമ്മുടെ പബ്ജി കോർപ്പറേഷൻ നടത്തി. അപ്പം സംഭവിച്ചെന്ന് വെച്ചാൽ സർക്കാരിനെ പിന്നെ സമീപിച്ചു. കാരണം ടെൻസെന്റ് എന്ന് പറയുന്ന ഗെയിംസിൽ നിന്നും മൊത്തം അവകാശം മാറ്റിയിട്ട് പുതിയ ഒരു ആൾക്കാരുമായിട്ട് ജോയിൻ ചെയ്ത് വന്നോട്ടെ ചോദിച്ചപ്പം അതിനും സർക്കാർ താല്പര്യം പ്രകടിപ്പിച്ചില്ല. എന്തെന്നറിയാൻ വയ്യ. അപ്പം പബ്ജി ഇപ്പോൾ ഉള്ളത് നമ്മുടെ മെയിൻ ഇന്ത്യ ഗ്ലോബൽ ഫുള്ള് സെർവർ ഡൗൺ ആക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡൗൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് KR ഇപ്പോൾ എല്ലാവരും കളിക്കുന്നത് KR വേർഷനാണ്, കൊറിയൻ വേർഷൻ. അപ്പം അതും ഈ ഒരു ബാൻ ഗ്ലോബലി ബാൻ ആകുമ്പം ഈ ഒരു KR വേർഷൻ ഇനി ഇന്ത്യയിൽ കളിക്കാൻ പറ്റുമോ, ഇനിയും ഫുൾ സെർവർ കളിക്കാൻ പറ്റാതെ ബാനായി പോകുമെന്ന് സംശയമുണ്ട്. അപ്പം അതിൻ്റെ മെയിൻ സംബന്ധിച്ച് ഫ്രണ്ട്സ്, അതായത് ജസ്റ്റ് ഒരു ചാൻസസ് മാത്രമേ ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പം ഞാൻ കുറേ ന്യൂസസും ഒക്കെ ചെക്ക് ചെയ്തു, കുറേ അപ്ഡേറ്റ്സ് ചെക്ക് ചെയ്തു. കാരണം നിങ്ങളടുത്ത് പറയുമ്പം കുറേ ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ കുറേ ന്യൂസസ് ഒക്കെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലേറ്റസ്റ്റ് ന്യൂസ് വരുന്നതനുസരിച്ച് പബ്ജി ഗ്ലോബലി ഉള്ള ഒരു നമ്മുടെ ഇന്ത്യൻ സെർവർ ബാനായി പോയി കഴിഞ്ഞാൽ, സെർവർ ഡൗൺ ആയി കഴിഞ്ഞാൽ KR വേർഷനും ഇവരെല്ലാം ലിങ്ക്ഡ് ആണ്. ഗ്ലോബലി ഉള്ളതായാലും ഈ ഓരോ പേഴ്സണലി ഓരോ രാജ്യത്തിൻ്റെ ആയാലും എല്ലാം സെർവർ ലിങ്ക് കണക്റ്റഡ് ആണ്. അപ്പം ഓൾറെഡി ഇത് ബാൻ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പിങ് ഇഷ്യൂസ് വരാനും, നമ്മുടെ പബ്ജി കൊറിയൻ ആയാലും KR ആയാലും ഡൗൺ ആയി പോകാനും, സെർവർ ഡൗൺ ആയി പോകാനും ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇത് ഭയങ്കര ഒരു പ്രശ്നം പിടിച്ചാണ്. കാരണം ഞാനും മെയിൻലി ഒരു പബ്ജി പ്ലെയറാണ്, പബ്ജി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഇതൊരു വിഷമകരമായ കാര്യമാണ്. ഇപ്പം പബ്ജിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം COD മൊബൈൽസ് കളിക്കാം, ഫ്രീ ഫയർ കളിക്കാം എന്നൊക്കെ പറയാം. പക്ഷേ എന്നാലും പബ്ജി അത് വേറൊരു ഫീലാണ്. കാരണം ഓരോന്നിനും ഇപ്പം നമ്മൾ മനുഷ്യനെ എടുത്ത് നോക്കിയാലും ഞാൻ വേറെ വേറൊരാൾ വേറെ. അതാണ് പബ്ജി എന്ന് പറഞ്ഞത് പബ്ജി തന്നെയാണ്. ഇപ്പം ടിക്ടോക്കിന് പകരം ഇൻസ്റ്റാഗ്രാം റീൽസ് വന്നാലും ആ ടിക്ടോക്കിൻ്റെ അത്ര പെർഫെക്ഷൻ കിട്ടുന്നില്ല. അത് അങ്ങനെയാണ്. അപ്പം പബ്ജിക്ക് വേറെ വരുമോ എന്ന് എനിക്ക് സംശയമാണ്. പിന്നെ 4Gയുടെ കാര്യം, 4G ഇന്ത്യൻ വേർഷനാണ്. ഇന്ത്യൻ കമ്പനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗെയിമാണ് 4G. അതിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ട്രെയിലറൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം പബ്ജിക്ക് ഒപ്പം നിൽക്കുന്ന ഗെയിം ആകുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. 4G പബ്ജിയുടെ ലെവൽ വരുമോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ അത്രയൊന്നും വന്നില്ല. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ COD മൊബൈൽസ് പബ്ജി ലെവൽ ആക്കുമായിരുന്നെങ്കിൽ പൊളിച്ചേരാം. കാരണം ഇപ്പം പബ്ജിയിലെ ഒരു 100 പേര് ഇറങ്ങുക. പക്ഷേ എനിക്ക് തോന്നേ ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ ചാൻസ്. കാരണം ഒരു കണ്ടൻറ്റ്, ഒരു ഗെയിമിൻ്റെ കണ്ടൻറ്റ് കോപ്പി അടിക്കുന്ന ഒരു വിഷയമുണ്ടോ അതെനിക്ക് അറിയാൻ വയ്യ. അതായത് 100 പേര് ഇറങ്ങുക, അങ്ങനെ ഒരു കണ്ടൻറ്റ് പബ്ജി മൊബൈലിലെ കണ്ടൻറ്റ് അല്ല, ഒരു ഏരിയയിൽ 100 പേര് ഇറങ്ങുക, സർവൈവ് ചെയ്യുന്നൊരു ജയിക്കുക. അപ്പം ആ ഒരു കണ്ടൻറ്റ് CODയിൽ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പക്ഷേ ആ ഒരു കണ്ടൻറ്റ് അങ്ങനെ ഒരിടത്ത് പകർത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. അങ്ങനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ COD അടിപൊളിയായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം COD ഗ്രാഫിക്സ് കൊണ്ടൊക്കെ അടിപൊളിയാണ്. എന്തായാലും അറിയാൻ വയ്യ. നിങ്ങളുടെ എന്ത് അഭിപ്രായം കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഒരു ഡൗട്ട് ആയിരിക്കും, ഇന്ത്യയിൽ നിയമപരമായിട്ട് ഈ ഒരു ബാൻ സെർവർ ഫുള്ളായി പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിയമപരമായിട്ട് നിങ്ങൾക്ക് പബ്ജി കളിക്കാൻ പറ്റുമോ, KR വേർഷനിൽ എന്തായാലും കളിക്കാൻ പറ്റുമോ എന്നൊരു സംഭവം ഉണ്ടായിരിക്കും. പറയട്ടെ ഫ്രണ്ട്സ്, പബ്ജി നിയമപരമായിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. KR വേർഷൻ്റെ കാര്യം കൺഫേം ആയിട്ടില്ല, ഞാൻ പറയാം. അപ്പം പബ്ജി മൊബൈലിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. പക്ഷേ PC-യിലും PS4-ലും PUBG Xbox-ലും കളിക്കാൻ പറ്റും. പക്ഷേ മെയിൻ സംഭവം എന്ന് വെച്ചാൽ പബ്ജി മൊബൈൽസ് നമുക്ക് ഫ്രീ ആയിരുന്നു, ഫുൾ ഫ്രീ ആയിരുന്നു. പക്ഷേ ഈ ഒരു സാധനത്തിന് PC-യുടെ ആയാലും എല്ലാത്തിനും 1000 രൂപ പ്രൈസ് കൊടുക്കണം. അതൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്നത് ഇത്ര നമ്മൾ ഫ്രീ ആയിട്ട് കളിച്ചാൽ. പക്ഷേ അത് മെയിൻ സംഭവം എന്ന് വെച്ചാൽ PC വേണം, അല്ലെങ്കിൽ PS4 വേണം. നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും ഉള്ളത് സ്മാർട്ട് ഫോണാണ്. പക്ഷേ ഈ സ്മാർട്ട് ഫോണിൽ കളിക്കാനുള്ള പബ്ജി ഇല്ലെങ്കിൽ ഡിസാസ്റ്റർ തന്നെയായിരിക്കും. കാരണം അതൊക്കെ കളിക്കാം, ഒരു കുഴപ്പമില്ല. കാരണം അതെല്ലാം ടെൻസെൻറ്റുമായിട്ട് കണക്റ്റ് അല്ല. മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ടെൻസെൻ്റാണ് ഇഷ്യൂ. അപ്പം ടെൻസെൻറ്റിൽ നിന്ന് മാറി വന്നാലും നമ്മൾ നേരത്തെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ടെൻസെൻറ്റ് കമ്പനിയിൽ നിന്നുള്ള പാർട്ണർഷിപ്പ് PUBG
PUBG കോർപ്പറേഷൻ മാറ്റിക്കൊണ്ടുവന്നാലും ഇന്ത്യയിൽ വരുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ സർക്കാർ അതിനോടും അനുകൂലിക്കുന്നില്ലെന്നാണ് കേൾക്കുന്നത്. അതിന് കൂടുതൽ ഇൻഫർമേഷൻ എന്തായാലും വരും. അപ്പോൾ എന്തായാലും 31-ാം തീയതി ഇന്നലെ PUBG സെർവർ ഫുൾ ബാൻ ചെയ്യുന്നതാണ് നമ്മുടെ PUBG കോർപ്പറേഷൻ ഒഫീഷ്യലി അവരുടെ ഫേസ്ബുക്കിൽ പറഞ്ഞത്. പക്ഷേ അപ്പോൾ ഇന്നലെ തൊട്ട് ഒത്തിരി പേര്, എൻ്റെ ഫ്രണ്ട്സ് ആയാലും കുറേ പേര് പറഞ്ഞു പിങ് ആണ് ഭയങ്കര, കയറുമ്പോൾ എററാണ്. അപ്പം എല്ലാം PUBG കൊറിയൻ വേർഷനും KR വേർഷനാണ് കളിക്കുന്നത്. അതിന് ഇഷ്യൂസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം KR വേർഷൻ ഇനി കളിക്കാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ വിചാരിക്കും PUBG അപ്പോൾ നമുക്കിനി കളിക്കാനേ പറ്റത്തില്ലെന്ന് വിചാരിക്കും. അതിന് ചില നുറുങ്ങുവഴികളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഇല്ലീഗലാണ്, നിയമപരം. ഞാനത് പറഞ്ഞു തരുന്നില്ല. കാരണം അത് ഞങ്ങൾക്കറിയാമല്ലോ, VPN എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെയാണ്. അതൊക്കെ ഉപയോഗിച്ച് പറ്റും. അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പറഞ്ഞില്ല. കാരണം നമ്മൾ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ പറ്റും. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഇനി PUBG. പക്ഷേ ഈ അടുത്തിടയ്ക്ക് നമ്മൾ കേട്ടു ജിയോയുമായിട്ടും എയർടെലുമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്ത് ഒരു പാർട്ണർഷിപ്പ്, പുതിയൊരു PUBG ഇന്ത്യയിലേക്ക് വരുമോ എന്ന് ഇനി അറിയാൻ പറ്റും. ചിലപ്പോൾ ഇനി അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം കൊറിയയ്ക്ക് സ്വന്തമായിട്ട് PUBG KR വേർഷൻ, PUBG ഇന്ത്യൻ വേർഷൻ ഇനി വന്നു കൂടാനില്ല. കാരണം അതൊക്കെ സംഭവിക്കാം. പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ടൂടെ വേണം. എന്താണെന്ന് അറിയാൻ പറ്റും. എന്തായാലും അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ ഉറപ്പായിട്ട് വീഡിയോ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഡൗട്ട് എല്ലാം മാറിയെന്ന് വിചാരിക്കും. ഇതൊക്കെ മാറി ഇന്ത്യക്ക് തന്നെ ഒരു PUBG വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അത് വരുമെന്നാണ് പ്രതീക്ഷ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇത്രയും ലാഭം കിട്ടുന്ന, ഇത്രയും ഗവൺമെൻറ്റിന് പോലും ഭയങ്കര ലാഭം കിട്ടുന്നതാണ് ഒരു സംഭവമാണ് PUBG എന്ന് പറയുന്ന ഗെയിം. അപ്പം അത് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഇന്ത്യയിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിലും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിട്ട് എൻ്റെ ഒരു വിഷ്ണു ടെക്ടോക്ക് നാളിൽ നിന്ന് നാളെ വീണ്ടും കാണാം.